ഹായ് ഹലോ ഗായ്സ്, ഇന്നൊരു കുക്കർ ബിരിയാണി ഉണ്ടാക്കാൻ പോവുകയാണേ. അതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് സവാള, തക്കാളി, പിന്നെ ചിക്കൻ ഒക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പോൾ റൈസ് ആദ്യം തന്നെ ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിന് റൈസൊക്കെ ഇട്ട് മഞ്ഞൾപ്പൊടിയും കുരുമുളകും ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അതിനുശേഷം അടുപ്പത്തൊരു കുക്കർ വെച്ചിട്ട് അതിനകത്ത് ആവശ്യത്തിന് വെളിച്ചെണ്ണയും നെയ്യും കൂടി ഒഴിച്ചിട്ട് അത് ചൂടായിട്ട് വരുമ്പോഴത്തേക്ക് അതിനകത്തോട്ട് കറുകപ്പട്ട, ഏലക്ക, ഗ്രാമ്പൂ എല്ലാം ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് കിസ്മിസും അണ്ടിപ്പരിപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് അതിനകത്ത് നമ്മൾ അരിഞ്ഞ് വെച്ചേക്കുന്ന സവാള ഇട്ട് കൊടുക്കാം. സവാള ഫുള്ള് ഇട്ട് കൊടുക്കുന്നുണ്ട്. നന്നായിട്ട് വാടി വരണം. പിന്നെ അല്ലെങ്കിൽ ആവശ്യത്തിന് ചതച്ച് വെച്ചേക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് എല്ലാം ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ച് ടൊമാറ്റോ കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് ക്യാരറ്റ് അരിഞ്ഞതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ മുളക് പൊടി, മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി, ചിക്കൻ മസാല എല്ലാം നമ്മളിതിന് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനിടയ്ക്ക് കുറച്ച് തൈരും കൂടി ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. കുക്കർ ബിരിയാണിക്ക് നല്ല ടേസ്റ്റ് കിട്ടും. പിന്നെ എടുത്ത് വെച്ചിരിക്കുന്ന ചിക്കൻ കൂടി മസാലയും കൂടി ഇട്ടിട്ടുണ്ട്. കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് റൈസ് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും കൂടി കുക്കറിനകത്തിട്ട് അടച്ച് വെച്ചിട്ടുണ്ട്. 10 മിനിറ്റ് കഴിഞ്ഞ് കുക്കർ ബിരിയാണി റെഡിയായി. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കല്ലേ.